ഇന്നത്തെ വീഡിയോയിൽ കന്യാകുമാരി ജില്ലയിലെ വിവേകാനന്ദ പാറയും തിരുവള്ളൂർ പ്രതിമയും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇടുന്നത്. ഇത് തുടക്കത്തിൽ ഇതിൻ്റെ ടിക്കറ്റിൻ്റെ റേറ്റ് 300 രൂപയൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾ പോയ സമയത്ത് 100 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ വളരെ അടുത്തായിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം അവിടുന്ന് കന്യാകുമാരിയിൽ നിന്ന് ബോട്ടിൽ നമ്മൾ ഈ പാറയിലോട്ട് വരുന്നതിനും പിന്നെ ഈ ഗ്ലാസ് ബ്രിഡ്ജിനും കാണുന്നതിനൊക്കെ ചേർത്തിട്ടുള്ള റേറ്റാണ് കേട്ടോ 100 രൂപ. 100 രൂപയ്ക്ക് കുഴപ്പമില്ലാന്ന് തോന്നി. പക്ഷേ ഇത് ശരിക്കും ഈ പാലത്തിൻ്റെ നടുക്കുള്ള ഒരു ലൈൻ മാത്രമായിട്ടാണ് ഇങ്ങനെ ഗ്ലാസ് ഉള്ളൂ. ബാക്കി രണ്ട് സൈഡിലും സാധാരണത്തെ പോലെ നമ്മുടെ ഇതിലല്ലാതെ തന്നെ ചെയ്തേക്കുന്നതാണ് കേട്ടോ. നടുക്കുന്ന് ഇങ്ങനെ ഒരു ലൈനിൽ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ പോയിരിക്കുന്നത്. പിന്നെ ഈ തിരുവള്ളൂർ പ്രതിമയുടെ ഉള്ളിലോട്ട് വേണമെങ്കിൽ നമുക്ക് കയറുന്നതിനും പറ്റും കേട്ടോ. അത് നല്ല ഒരു ഇതാണ്. അത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത്. തിരുവള്ളൂർ പ്രതിമയിൽ ഇതുവരെയും പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അതിനകത്തൊക്കെ കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പാറയും വിവേകാനന്ദ പാറയിലൊക്കെ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്. പക്ഷേ ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ കന്യാകുമാരി ജില്ലയിൽ കന്യാകുമാരി കാണാൻ വരുന്ന സമയത്ത് ഇവിടെ എല്ലാവരും കന്യാകുമാരി വരുമ്പോൾ വിവേകാനന്ദ പാറയിൽ പോകാറുണ്ട്. പിന്നെ വിവേകാനന്ദ പാറയുടെ ഓപ്പോസിറ്റായിട്ട് വേറൊരു മണ്ഡപത്തിനകത്ത് കന്യാകുമാരി ദേവിയുടെ കാൽപാദം നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. ദേവി പ്രത്യക്ഷപ്പെട്ട ഒരു ഭാഗമാണത്. അവിടെ നല്ലൊരു കാൽപാദത്തിൻ്റെ നമുക്ക് നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ അതും അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജിനെ പറ്റി ഇത്രയേ ഉള്ളൂ. നമ്മൾ കാണുമ്പോൾ ഭയങ്കര ഒരു എന്തോ വലിയ സംഭവമാണെന്ന് തോന്നും. പക്ഷേ അത്രയ്ക്കൊന്നുമില്ല. എങ്കിലും കടലിൻ്റെ നടുക്ക് രണ്ട് പാറയും ബന്ധിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പാലം നമ്മുടെ വാഗമണ്ണൊക്കെ പോകുന്ന സമയത്തുള്ള ഗ്ലാസ് ബ്രിഡ്ജല്ല ഇത്. ആ ഒരു പ്രദേശയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ. താങ്ക് യു.